ലോകത്തിൽ ഏകദേശം ഒരു 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യര് അമേരിക്കൻ ഐക്യനാടുകളിൽ എത്തിപ്പെട്ട് അവരുടേതായ ജീവിതങ്ങളും സ്വപ്നങ്ങളും ജീവിച്ചു തീർക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭരാരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ജൂതന്മാർ കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിരിക്കും. സർവ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇവിടെയുള്ള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളായ നാസ, അതുമല്ലെങ്കിൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, സിലിക്കൺ വാലിയിലെ IT ടെക്നീഷ്യൻസ്, ജേർണലിസ്റ്റ്, രാഷ്ട്രീയ രംഗത്ത് കമല ഹാരിസോ അതല്ലെങ്കിൽ ഒട്ടനവധി രംഗത്തുള്ള നിക്കി ഹേലി തൊട്ട് അങ്ങനെയുള്ള ഒട്ടനവധി പേരുകൾ എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടു. അത് ഇന്ത്യ എന്ന രാജ്യം 75 വർഷമായി ഭരിച്ച ആ ഒരു കുടുംബം നൽകിയ ഒന്നുമല്ല, മറിച്ച് വ്യക്തിഗത കഴിവാണ്. ഇന്ത്യക്കാരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും കഴിവുള്ള മനുഷ്യരാണ് ഇന്ത്യയിൽ വളർന്നു വരുന്നത്. ആ ഒരു തലമുറ 1947 ഇന്ത്യക്ക് ഭരണഘടന ബ്രിട്ടൻ സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കുടുംബാധിപത്യത്തിന് വേണ്ടി അതിനെ അടിച്ചൊതുക്കിയ ജനങ്ങളുടെ കഴിവില്ലായ്മയാക്കി ഏകദേശം ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം പോലെ നശിപ്പിച്ച് പട്ടിണി ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട കുടുംബമാണ് നെഹ്റു ഗാന്ധി കുടുംബം. അതിനു മുമ്പത്തെ അതെന്തുകൊണ്ട് ഞാൻ അത് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പത്തെ നമ്മുടെ വികസനം കാണണമെങ്കിൽ ഇന്നും നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന ബ്രിട്ടീഷുകാർ പണിത് നമുക്ക് നൽകിപ്പോയ റെയിൽവേ സിസ്റ്റം തൊട്ടും പാലങ്ങളും തൊട്ട് ഇൻഫ്രാസ്ട്രക്ചർ തൊട്ടും പലപ്പോഴും പല കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ നമ്മൾ അടിച്ചൊതുക്കിയപ്പോഴും അവരുണ്ടാക്കിയിട്ടത് ഇന്നും നമ്മുടെ ഗ്രാമങ്ങളിലും നാടുകളിലും കാണാം. എൻ്റെ അടക്കം ഗ്രാമങ്ങളിൽ ഞാൻ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ പാലങ്ങളും മറ്റും കാണുന്നുണ്ട്. ഒപ്പം തന്നെ VT സ്റ്റേഷനോ നിങ്ങൾ ഇന്ത്യയിലെ ഏത് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയാലും അവരുടെ സ്ട്രക്ചേഴ്സും അവരുടെ പ്രതീകവും അവിടെ തീർത്തു വെച്ചിട്ടാണ് അവർ പോയത്. അതിനുശേഷം നെഹ്റു വന്നതിന് ശേഷം എപ്പോഴും നെഹ്റുവിന് എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ അത്ര കാര്യമായ പങ്കൊന്നുമില്ല. മഹാത്മാഗാന്ധിക്കാണ് അതിന്റെ പേര് മുഴുവൻ ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. അഹിംസ, നോൺ വയലൻസ് വഴി ലോകത്തിലെ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നയിച്ച് ഒരു സ്വാതന്ത്ര്യം നേടി തന്നതിന്റെ ഇത് ക്രെഡിബിലിറ്റി. അങ്ങനെ ഇരുന്ന ഒരു ഇന്ത്യ ആഫ്രിക്കൻ രാജ്യത്തിന്റെ അത്ര കഷ്ടതയിലേക്ക് 75 വർഷം കൊണ്ട് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് പോകുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ തലതൊട്ടപ്പന്മാരും മുകളിലുള്ള പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഇതിനാണ്. എന്നിട്ട് ഇന്ന് വരുന്ന തലമുറ നമ്മുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാധ്യമങ്ങളെ ചൂഷണം ചെയ്തും തെറ്റായ ചേരികളിൽ, ലോകത്തിന്റെ ശാക്തിക ചേരികളിൽ തെറ്റായ ചേരികളിൽ ചേർന്ന് സോവിയറ്റ് യൂണിയനോടൊപ്പം ചേർന്ന് കമ്മ്യൂണിസം സോഷ്യലിസവും പറഞ്ഞ് നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തു. അതല്ലായിരുന്നുവെങ്കിൽ ഇന്ന് സായിപ്പ് പോലും ഇത്രം വരെ ഇന്ന് വന്നിരിക്കുന്ന സുന്ദർ പിച്ചയോ സത്യനടയിലെയോ കാഷ് പട്ടേലോ ഒന്നും നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ വകയായിട്ടോ അവര് ചിലപ്പോ പലപ്പോഴും ചില ഈ വകതിരിവ് വരാത്തവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നെഹ്റു IIT തുടങ്ങിയത് കൊണ്ടാണ് സുന്ദർ പിച്ചൈ ഇവിടെ വന്നിരിക്കണേന്നൊക്കെ. IIT ഒക്കെ നല്ല സംഭവം തന്നെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിലും എത്ര യൂണിവേഴ്സിറ്റികൾ, 140 കോടി ജനങ്ങൾക്ക് വേണ്ടി അതിൽ എത്ര ശതമാനം IIT കയറാൻ പറ്റും, അല്ലെങ്കിൽ IIME പോകാൻ പറ്റും? അതിലേക്ക് എത്രയോ മേലെ നമ്മൾ വളർന്ന് എത്തേണ്ടതായിരുന്നു. കാരണം അത് ജനങ്ങളുടെ കഴിവാണ്. ജനങ്ങളുടെ ആ കഴിവാണ് ഇവിടെ വന്ന് സിലിക്കൺ വാലിയും അതല്ലെങ്കിൽ നാസയും ഡോക്ടർമാരൊക്കെ ആ ഒരു ലോകം കീഴടക്കിയത്. ആ ജനങ്ങളുടെ ബുദ്ധിശക്തിയുടെ കഴിവുകൊണ്ടാണ്, അതല്ലാണ്ട് രാഷ്ട്രീയ നേതൃത്വം നൽകിയ ഒരു പിന്തുണയുടെ ഉറപ്പിലല്ല. എന്നിട്ട് ഇന്ന് വന്നിരിക്കുന്ന ആ തലമുറ പറയാണ് 222 പ്രാവശ്യം ചെയ്തിട്ട് ബ്രസീലിന്റെ മോഡലിന്റെ ഫോട്ടോ വെച്ച് ഇത് എത്ര ആ പ്രീണന രാഷ്ട്രീയം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഇന്ന് കേരളത്തിൽ ആധാർ കാർഡും കൊണ്ട് നടക്കുന്ന ബംഗ്ലാദേശികളെ നോക്കണം. ഒരു 10-20 ലക്ഷം 25 ലക്ഷത്തിന് ഇടതും വലതും കൂടിയിട്ട് ആധാർ കാർഡും വോട്ടേഴ്സ് പട്ടികയിലും ചേർത്തിട്ട് വോട്ടിംഗ് അട്ടിമറിക്കുന്നത് എവിടെയാ? വടക്ക് അവർക്ക് ആ പ്രീണനത്തിനുള്ള സമുദായമുണ്ട്. ഇപ്പുറത്തെ തെക്കോട്ട് വന്നിട്ട് ആലുവയിലേക്കും പെരുമ്പാവൂരിലേക്കും കടന്ന് അവിടുത്തെ മേഖലകളിൽ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ബംഗ്ലാദേശികൾക്ക് വോട്ട് കൊടുത്താണ് ഇത് ചെയ്യുന്നത്. ഇതേ കളി തന്നെ ബീഹാറിൽ ഇപ്പൊ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ സമ്മതിക്കാണ്ട് വന്നപ്പോൾ പിന്നെ വോട്ടർ ചോരിയായി. പിന്നെ അതിനുശേഷം 220, അതായത് ഈ വോട്ടിന്റെ ഇലക്ഷന്റെ തലേ ദിവസം ഇരുന്ന് പറയാണ് ഇങ്ങനെയൊരു കാര്യം. ജനങ്ങളെ വഴിതിരിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. വെറും പ്രീണനം നയം.
അതേ ഇതിന് വാക്ക് നമ്മൾ ഇന്ന് അതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളത് കേരളത്തില് ഇന്ന് ഇന്ത്യയിൽ തന്നെ നമ്മൾ എടുത്ത് ചോദിക്കുമ്പോൾ മാറ്റി നിർത്തപ്പെടാവുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിത്വം, രാഷ്ട്രീയ നേതൃത്വം ഏത് പാർട്ടിയിൽ നിന്നും ശശി തരൂരാണ്. അദ്ദേഹത്തിന് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് മാറ്റി നിർത്തുക. മുറിക്കുള്ളിലെ ആനയ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നൊക്കെ പോലെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് കുടുംബാധിപത്യത്തിന് വേണ്ടി ഇന്ന് നിൽക്കുന്നു. അദ്ദേഹം അതിനെതിരെ ഇന്ന് പറഞ്ഞിരിക്കുന്നു. 3 ദിവസം മുമ്പ് അദ്ദേഹം പ്രസ്താവന നൽകിയിരിക്കുന്നു. നെഹ്റു ആധിപത്യം കുടുംബവാഴ്ചയെയും കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ടും പുറത്തോട്ടൊക്കെയുള്ള വഴിക്കാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കെ സി വേണുഗോപാലെ ഉള്ള ഇതുകൾ പറയാണ് നെഹ്റുവിന്റെ ഇതിനെ പറ്റിയൊക്കെയാണ് അവര് വാദപ്രതിവാദം നടന്നത്. നെഹ്റുവിന്റെ സംഭാവന ഇന്ത്യക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കൽ മാത്രമാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഒരു വികാരം സൃഷ്ടിച്ച് ആ മാധ്യമ ശക്തി കൊണ്ട് ഒരു തെറ്റായ ഹൈപ്പ് ഉണ്ടാക്കുക. അത്രമാത്രമാണ് നെഹ്റുവും ഗാന്ധി കുടുംബം ഇങ്ങോട്ട് ചെയ്തത്. എന്നിട്ട് ഇത്ര മൊണ്ണയായ ഒരുത്തനെ കൊണ്ടുവന്ന്, അതും കേരള ജനതയുടെ പെങ്ങളെ കൊണ്ടുവന്നിട്ട് കേരള ജനത്തിന്റെ മേലെ അടിച്ചേൽപ്പിച്ച് ആ ഒരു പ്രീണന നയം. അവൾ 4 ലക്ഷം വോട്ടിന് ജയിച്ചപ്പോൾ അവളുടെ നന്ദി കാണിക്കുന്നതിന് വേണ്ടി ഹമാസിന്റെ സഞ്ചിയും കൊണ്ടാണ് അവൾ ലോക്സഭയിൽ പോകുന്നത്. അത് വ്യക്തമായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ബംഗ്ലാദേശികൾ ഇനിയിപ്പോൾ കേരളത്തിലും വോട്ട് വരാണ്. ബീഹാറിൽ നമുക്ക് അറിയാം ഈ ബംഗ്ലാദേശികൾക്ക് വോട്ട് കിട്ടാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോ ഇദ്ദേഹം ഇത്രയും തരം താണ് പോകുമ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷം, അതായത് നമ്മളൊക്കെ വ്യക്തമായിട്ടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നില്ല. കാരണം പ്രതിപക്ഷം ഇല്ല. പ്രതിപക്ഷം ഇപ്പൊ ഞാനൊരു മോഡി അനുകൂലിയാണെങ്കിൽ പോലും മോഡിക്ക് ഒരു പ്രതിപക്ഷം വേണമെന്ന് ഞാൻ ജനാധിപത്യത്തിൽ ആഗ്രഹിക്കുന്നു. ഞാൻ വ്യക്തമായിട്ടൊരു പ്രതിപക്ഷം വേണം. ഈ മൊണ്ണ ആങ്ങളെയും പെങ്ങളെയും കൂടി ഇരുന്നിട്ട് പറയാണ് 222 ബ്രസീലിലെ ഏതൊരു നടിയുടെയും വോട്ടം കൊണ്ടുവന്നിട്ട് എത്ര ബുദ്ധി വൃത്തിയായിട്ടവനാണ്. ഇവന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ? എന്തെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെയൊന്നും പറയില്ലേ എന്നോ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവ. ഇവനെ ലളിതമായിട്ടും ചിരിച്ചും മണ്ടത്തരം പറയുമ്പോഴും പിന്നെ കൂടെ ഇവൻ കാണിക്കുന്ന ചില വീഡിയോസും ഫോട്ടോസും കണ്ട അഹങ്കാരമാണ്. ഇവനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എന്തിനു കേസിൽ കൊണ്ടിരുത്തേക്കണേ? ഈ കേസിൽ ഈ ചുറ്റുമുള്ള കൂതറകളൊക്കെ വെറും അടിയാളന്മാരാണ്. ഇവൻ ഏതോ ജെന്നിയുടെ പോലെയാണ് ഇവൻ പറയണേ. തന്നെയല്ല, ഞാൻ ഇപ്പൊ നമ്മുടെ കേരളത്തിലും കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ കോൺഗ്രസിനോട് ഭയങ്കരമായിട്ട് ഇതായിട്ട് അടിമവേലയായിട്ട് നടക്കുന്നവരുണ്ട്. ഇവര് വന്നിട്ട് ഇവന്റെ ഫോട്ടോയും ഇവളുടെ ഫോട്ടോയും കൊണ്ട് പൂജിക്കട്ടെ. എന്തിനാ മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കണേ? ഇന്ത്യൻ ജനസമൂഹത്തിന് വേണ്ടത് ശക്തമായ പ്രതിപക്ഷമാണ്. അത് ശശി തരൂർ ഒരു വാഗ്ദാനമായിരുന്നു കോൺഗ്രസിൽ നിന്ന്. പക്ഷെ അവന്റെ ഈ മൊണ്ണേനെ കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് ശശി തരൂരിനെ BJP-യിലേക്ക് പോകുന്ന സ്ഥിതിയാണ് കാണുന്നത്. അദ്ദേഹം BJP പോകുമോ എന്നുള്ളത് അറിയില്ല. എന്തൊക്കെ ഇരുന്നാലും ഇവനെ പോലെയുള്ള മൊണ്ണകള് അത് ഒരു ഇന്ത്യൻ ജനാധിപത്യം നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ആ പ്രീണനം എത്താനൊന്നും പോലെ കേരളത്തിൽ പോലും ജയിക്കാത്ത സ്ഥിതിയാണ് ഇപ്പൊ കാണുന്നത്. കേരളത്തിൽ പോലും അതിന്റെ ഒരു ഇതുകൾ കാണാൻ പോകുന്നതാണ് വാസ്തവം. കാരണം കേരളത്തിൽ വരുമ്പോഴും അവർ ആ ബംഗ്ലാദേശികളൊക്കെ എടുത്ത് കാട്ടിക്കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ മൊണ്ണകളെ എങ്ങനെയെങ്കിലും നമ്മൾ മാറ്റി അവിടെ ഒരു പ്രതിപക്ഷത്തെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം.